ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 4 സ്നാക്സ് ആണ് കേട്ടോ. ഇത് ഓരോന്നും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇത് ഓരോന്നും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡും നേന്ത്രപ്പഴം കൊണ്ട് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ആവിയിൽ വേവിച്ചെടുക്കുകയും പുഴുങ്ങിയെടുക്കുകയും ചെയ്യുക. ഞാനിവിടെ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയതും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ബോൾസാക്കി മാറ്റി വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബോൾസ് ആക്കുക. എന്നിട്ട് ഓരോ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ നനച്ചെടുത്തിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് നമുക്കിത് ബോൾസാക്കി മാറ്റാം. എന്നിട്ട് ബ്രെഡ് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബ്രെഡ് പൊടി കൊണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ട ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓരോന്നും ഡബിൾ കോട്ട് ചെയ്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ, അതായത് 3 വലിയ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് കോഴിമുട്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചിട്ട് അത് ഈ കോഴിമുട്ടയുടെ എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് ആ നെയ്യിലേക്ക് ഈ എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാധാരണ ചെയ്യുന്ന ബ്രെഡ് ടോസ്റ്റിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ബ്രെഡ് ടോസ്റ്റാണ്. ചെറുപഴം ബ്രെഡും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ചെറുപഴം ചെറിയ കഷ്ണങ്ങളാക്കിയതും 2 ഏലക്കയും ഒരു കോഴിമുട്ടയും 1/2 കപ്പ് പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് ഈ ചെറുപഴം അടിച്ചെടുത്ത കൂട്ടില്ലേ അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡും തേങ്ങയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 4 കഷ്ണം എടുത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയതും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് ബ്രെഡ് പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി വെച്ച 2 ബ്രെഡ് ഇല്ലേ അത് ചേർത്തിട്ട് കുഴച്ചെടുക്കാണ്ട് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ അതിൽ ആ കോഴിമുട്ടയൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ചെയ്ത 4 സ്നാക്സും നിങ്ങൾക്ക് ഓരോന്നും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഓരോന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്